ഹാരി ബ്രൂക്ക് നിസ്സംശയം പറയാം ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച 3 ഫോർമാറ്റ് പ്ലെയർ. ഒരുപാട് നാളായി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നു, ഒരുപാട് നാളായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. പക്ഷേ എന്താണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചു. പാകിസ്ഥാനെ 2 വിക്കറ്റിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ആദ്യമായി ഈ ടൂർണമെൻറ്റിൽ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ സെമി ഫൈനലിലേക്ക് എത്തിയാൽ ഇംഗ്ലണ്ടിനെ ആവും നേരിടുക സെമി ഫൈനൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡെഫിനറ്റ്ലി ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ടിൻ്റെ മൂന്നാമത്തെ, അതായത് ഓൾ ഫോർമാറ്റിലും സെഞ്ചുറി അടിക്കുന്ന മൂന്നാമത്തെ പ്ലെയറാണ് ഹാരി ബ്രൂക്ക് എന്നുള്ളത്. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. 170-175 ആയിരുന്നു ഈ ഗ്രൗണ്ടിലെ പാർ സ്കോർ. 164 ആണ് പാകിസ്ഥാൻ എടുക്കാൻ സാധിക്കുക. അവരുടെ ഈ ടൂർണമെൻറ്റിൽ തന്നെ ടോപ്പ് സ്കോറർ ഫർഹാൻ പിന്നെയും 63 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായിട്ടുണ്ട്. ബാബർ അസം അവരെപ്പോഴും ICC ടൂർണമെൻറ്റുകളിൽ ബാബർ അസാമിനെ ഇറക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് പുള്ളി ഇച്ചിരി ഒരു ട്രഡീഷണൽ കാൻ ഓഫ് പ്ലെയറാണ്. 2020 ഇപ്പോഴും ബാബർ അസാമിനെ ക്ലിക്ക് ചെയ്യാൻ അങ്ങ് പറ്റുന്നില്ല, എസ്പെഷ്യലി ഈ ന്യൂ ഡേയ്സിൽ. 7-15 ഓവേഴ്സ് ഇംഗ്ലണ്ട് എറിഞ്ഞ 7-15 ഓവേഴ്സ് ഈ ചരിത്രത്തിൽ, ഈ ICC T20 ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിൽ ഇത്രയും സ്ലോ ബോളുകൾ എറിഞ്ഞ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായി കാണത്തില്ല. അതുപോലെ സ്ലോ ബോളുകളാണ് ഇംഗ്ലണ്ട് ബോളേഴ്സ് ഈ കഴിഞ്ഞ മാച്ചിൽ എറിഞ്ഞത്. 164 എന്ന ടോട്ടൽ എടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു. ഒരു 10-15 റൺസ് പാസ് സ്കോറിന് താഴെയായിരുന്നു. പക്ഷേ മികച്ച രീതിയിലാണ് ഷഹീൻ അഫ്രീദി തുടങ്ങിയത്. ജോസ് ബട്ട്ലർ പിന്നെയും ഔട്ട് ഓഫ് ഫോം പ്ലെയർ ഔട്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജോസിനെ ഇപ്പോഴും കളിക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് അദ്ദേഹത്തിന് ചിലപ്പോൾ ലാസ്റ്റ് ടൂർണമെൻ്റ് ആയിരിക്കും ഇത്, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പിന്നെ. കാരണം ബെൻഡക്കറ്റ് ഈസ് എ ഡീസൻറ്റ് പ്ലെയർ. ഇപ്പോഴും അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും കളിപ്പിക്കുന്നുണ്ട്. റീസൺ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരർത്ഥത്തിന് വിക്കറ്റുകൾ പോകുമ്പോഴേ ഹാരി ബ്രൂക്ക് എന്ന പ്ലെയർ, അദ്ദേഹത്തിന് ആറ്റിറ്റ്യൂഡ് ഈ പ്രസ് കോൺഫറൻസിൽ മാത്രമല്ല കാണിക്കേണ്ടത് ആറ്റിറ്റ്യൂഡ്, അത് ഗ്രൗണ്ടിലും കാണിക്കണമെന്ന് അദ്ദേഹം വ്യക്തമായി തെളിയിച്ചു. കയറിയാണ് അദ്ദേഹം ഓരോ ബോളേഴ്സ്, സ്പിൻ ബോളേഴ്സിനെ എസ്പെഷ്യലി കയറി നിന്നാണ് അദ്ദേഹം അടിക്കുന്നത്. അദ്ദേഹം വിക്കറ്റ് പോകുന്നതിന് പ്രശ്നമില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം നല്ലൊരു ഗെയിം അവയർനെസ് ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കാണിച്ചത്. കഴിഞ്ഞ 4 കളികളായി നമ്പർ 5 ആണ് ഹാരി ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് മത്സരത്തിൽ നമ്പർ 3 ഇറങ്ങി. എന്തുകൊണ്ടാണ് ഹീ ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി 3 ഫോർമാറ്റ്സിലും സെഞ്ചുറി അടിക്കുന്ന ഒരു പ്ലെയറൊക്കെ ആവുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ നിസ്സംശയം പറയാം ഹീ ഈസ് ഗോണ ബി ദ ബെസ്റ്റ് നെക്സ്റ്റ് ബിഗ് ഡീൽ ഇൻ വേൾഡ് ക്രിക്കറ്റ്. എനിവേ ഇംഗ്ലണ്ട് അങ്ങനെ സെമിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ സെമിയിൽ കയറിയാൽ, ഭാഗ്യവശാൽ കയറിയാൽ, ഇംഗ്ലണ്ടിനെ ആയിരിക്കും ഇന്ത്യ സെമി ഫൈനലിൽ നേരിടുക. കാരണം ഇന്ത്യ ഈ ടേബിൾ ടോപ്പ് ആവാൻ ചാൻസ് ഇല്ല, കാരണം ഒരു മത്സരത്തിൽ തോറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സെമി ഫൈനൽ, ഹോപ്പ്ഫുള്ളി വി ക്യാൻ സീ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഇൻ ദ സെമി. ഗുഡ് ബൈ.